ഹായ് വെൽക്കം ടു ഓൾ. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് 9th സ്റ്റാൻഡേർഡിലെ ഹിന്ദി പാഠഭാഗമാണ്. ഇതിൽ ഈക്കായ് ഏക്കിൽ വരുന്നത് ആദ്യം ഒരു കവിതയാണ്. അപ്പോൾ നമ്മുടെ കവിത തുടങ്ങുന്നതിന് മുമ്പ് നമുക്ക് ഒരു പിക്ചർ കാണാൻ സാധിക്കും. എന്താണ് നിങ്ങൾ ഈ ചിത്രത്തിൽ കാണുന്നത്? 2 പക്ഷികൾ താഴ്ഭാഗത്തേക്ക് നോക്കി നിൽക്കുന്നത് നിങ്ങൾ കാണുന്നില്ലേ? എന്താണത്? ഈ 2 പക്ഷികളും നിങ്ങൾ ഓരോരുത്തരുടെയും പ്രതീകങ്ങളാണ്. കാരണം നിങ്ങൾ 8ാം ക്ലാസ്സിൽ നിന്നും 9ാം ക്ലാസ്സിലേക്ക് കടക്കുന്ന കുട്ടികളാണ്. അപ്പോൾ നിങ്ങളുടെ ഓരോരുത്തരുടെയും മനസ്സിൽ എന്താ ഉണ്ടാവുക? അത്ഭുതവും ആശങ്കയും അതിശയവും ഉണ്ടാകും. അപ്പോൾ ഇത് നിങ്ങൾ ഓരോരുത്തരുടെയും പ്രതീകത്തെയാണ് സൂചിപ്പിക്കുന്നത്. അപ്പോൾ നമുക്ക് എന്താണ് ഈ ചിത്രം നൽകുന്നത്? പ്രകൃതിയെ സ്നേഹിച്ച് ജീവിക്കാനുള്ള ഒരു പ്രേരണ കൂടിയാണ് ഇത് നൽകുന്നത്. നമ്മുടെ ചുറ്റുപാടുമുള്ള സഹജീവികളെ സഹായിച്ച് ജീവിക്കാൻ എന്നുള്ള ഒരു പ്രേരണ കൂടിയാണ് ഈ ചിത്രം നമുക്ക് നൽകുന്നത്. അപ്പോൾ നമ്മൾ എന്താണ് ഈ ചിത്രത്തിന് താഴെ ഒരു 3 ലൈന് ഒരു കവിത കണ്ടില്ലേ? അത് വായിക്കാം. മയ്യാ കി ആയി വൃദ്ധാശ്രം സേ ചിട്ടി കൈസേ ഹോ ബേട്ട. മയ്യ പറഞ്ഞാൽ എന്താണ്? അമ്മ. വൃദ്ധാശ്രമം. ചിട്ടി പറഞ്ഞാൽ കത്ത്. കൈസേഹോ ബേട്ട സുഖം. ബേട്ട പറഞ്ഞ മകൻ. സുഖമാണോ മോനെ? അപ്പോൾ എന്താണ് നമ്മൾ ഇതിൽ നിന്ന് മനസ്സിലാക്കേണ്ടത്? വൃദ്ധാശ്രമത്തിൽ ഇരുന്നു കൊണ്ടാണ് ഒരമ്മ ഒരു മോൻക്ക് കത്തെഴുതുന്നത്. എന്താണ് കത്തിൽ പറയുന്നത്? കൈസേഹോ ബേട്ട സുഖമാണോ മോനെ? അപ്പോൾ നമ്മൾ നമ്മുടെ വൃദ്ധരായ മാതാപിതാക്കളെ നമ്മൾക്ക് ഒരു വയസ്സാവുമ്പോൾ നമുക്ക് ഓരോരുത്തർക്കും അവരൊരു ഭാരമായി തീരും. പക്ഷേ ഈ മാതാപിതാക്കൾക്ക് നമ്മളെ ഒരിക്കലും ഒരു ഭാരമാവില്ല. അതിൻ്റെ ഒരു സൂചനയാണ് കാണുന്നത്. അവരെ വൃദ്ധാശ്രമത്തിലാക്കിയിട്ട് പോലും അവരെന്താണ് മക്കളെക്കുറിച്ച് തന്നെയാണ് ഓർക്കുന്നത്. അപ്പോൾ ഇനി നമുക്ക് പാഠഭാഗത്തിലേക്ക് പോകാം. പുൽ ബനി ദി മാം. ഇതാരാണ് എഴുതിയത്? നരേന്ദ്ര പുണ്ടാരിക് എന്ന ഒരു കവിയാണ് എഴുതിയത്. പുൽ പറഞ്ഞാൽ പാലം, ബന്ന പറഞ്ഞാൽ ഉണ്ടാക്കുക. ഇവിടെ മീനിങ് വരുന്നത് പാലമായിരുന്നു എന്നാണ്. മാം പറഞ്ഞാൽ അമ്മ. അപ്പോൾ പാഠഭാഗം ഒന്ന് വായിക്കാം. हम भाइयों के बीच पुल बनी दी माँ, जिसमें आए दिन दौड़ती रहती दी बेधड़क, बिना किसी हरी लाल बत्ती के हम लोगों की चुक चुक चक चक. അപ്പോൾ എന്താ പറയുന്നത്? ഹം ഭായിയോം കെ ബീച്ച്, ഞങ്ങളാകുന്ന സഹോദരങ്ങൾക്കിടയിൽ. ബീച്ച് പറഞ്ഞാൽ ഇടയിൽ. പുൽ ബനി ദി മാം, പുൽ പറഞ്ഞ പാലം, ബനി ദി മാം ഒരു പാലമായിരുന്നു അമ്മ. ജിസ്മെ ആയേ ദിൻ അതിലൂടെ എല്ലാ ദിവസവും. ദൗഡ്തി രഹിത്തി ദി ബേധടക്ക്, ദൗഡ്ന പറഞ്ഞാൽ ഓടുക. ബേധടക്ക് പറഞ്ഞാൽ തടസ്സമില്ലാതെ അല്ലെങ്കിൽ ഭയമില്ലാതെ എന്നൊക്കെ മീനിങ് വരുന്നുണ്ട്. തടസ്സമില്ലാതെ ഞങ്ങൾ അതിലൂടെ ഓടിയിരുന്നു. ബിനാ കിസി ഹരിലാൽ ബത്തിക്ക്, ബിന പറഞ്ഞാൽ കൂടാതെ, ഹരി പറഞ്ഞാൽ പച്ച, ലാൽ ചുവപ്പ്, ബത്തി ലൈറ്റ്. പച്ച ചുവപ്പ് ലൈറ്റ് കൂടാതെ, അതായത് ഒരു തടസ്സവുമില്ലാതെ, ഒരു വർണ്ണവിവേചനമോ അല്ലെങ്കിൽ യാതൊരു അഭിപ്രായ വ്യത്യാസങ്ങളോ ഇല്ലാതെ. ഹം ലോഗോം കി ചുക് ചുക് ചക് ചക് പറഞ്ഞാൽ ഒരു ട്രെയിനിൻ്റെ സൗണ്ടാണ് ചുക് ചുക് ചക് ചക്. അപ്പം ഞങ്ങളാകുന്ന സഹോദരന്മാർ അമ്മയാകുന്ന പാലത്തിലൂടെ യാതൊരു വിധത്തിലുള്ള അഭിപ്രായ വ്യത്യാസവുമില്ലാതെ, ഒരു ഭയവുമില്ലാതെ, ഒരു പച്ച ചുവപ്പ് നിറമില്ലാതെ, ലൈറ്റിൻ്റെ ലൈറ്റില്ലാതെ ഞങ്ങളാകുന്ന സഹോദരന്മാർ ഈ പാലത്തിലൂടെ ഓടിക്കൊണ്ടിരുന്നു. അപ്പോൾ എന്താണ് ഈ ഒരു സ്റ്റാൻസ് എന്ന് നമുക്ക് മനസ്സിലാകുന്നത്? അമ്മ സഹോദരന്മാരെ തമ്മിൽ ബന്ധിപ്പിക്കുന്ന ഒരു കണ്ണിയായി നിലകൊണ്ടിരുന്നു എന്നാണ് മനസ്സിലാക്കുന്നത്. ഇനി നെക്സ്റ്റ് സ്റ്റാൻസ. പിതാ കെ ബാദ് ഹം ഭായിയോം കെ ബീച്ച് പുൽ ബനി മാം, അചാനക് നഹീം ടൂട്ടി ധീരെ ധീരെ ടൂटती रही, हम देखते रहे और मानते रहे कि बूढ़ा रही है माम. അപ്പോൾ എന്താ പറയുന്നത്? പിതാക്കെ ബാദ്, ബാദ് പറഞ്ഞ ശേഷം, അച്ഛൻ്റെ മരണശേഷം. ഹം ഭായിയോം കെ ബീച്ച് ഞങ്ങളാകുന്ന സഹോദരങ്ങൾക്കിടയിൽ. പുൽ ബനി മാം അമ്മ ഒരു പാലമായിരുന്നു. അചാനക് നഹീം ടൂട്ടി, അചാനക് പറഞ്ഞാൽ പെട്ടെന്ന്, ടൂട്ട്ന പറഞ്ഞാൽ പൊട്ടുക.
അചാനക് നെഹീം ടൂട്ടി, പെട്ടെന്നൊന്നും അവർ പൊട്ടിപ്പോയില്ല, അതായത് പെട്ടെന്നൊന്നും അമ്മ ക്ഷീണിച്ചില്ല എന്നാണ് പറയുന്നത്. ധീരെ ധീരെ ടൂട്ടി രഹി, മെല്ലെ മെല്ലെ അവർ ക്ഷീണിക്കാൻ തുടങ്ങി. ഹം ദേഖ്തേ രഹേ ഔർ മാൻതേ രഹേ, ഞങ്ങളത് നോക്കിക്കൊണ്ടിരുന്നു. ദേഖ്തേ പറഞ്ഞാൽ നോക്കിക്കൊണ്ടിരുന്നു. മാൻതേ രഹേ പറഞ്ഞാൽ മാന പറഞ്ഞാൽ അംഗീകരിക്കുക എന്നാണ്. ഞങ്ങളത് അംഗീകരിക്കുകയും ചെയ്തു. ഇവിടുത്തെ എന്ന് പറഞ്ഞാൽ എന്തെന്നാൽ ബൂഡാ രഹി ഹേ മാം, ബൂഡ പറഞ്ഞ വൃദ്ധ, അമ്മ വൃദ്ധയായിരിക്കുന്നു എന്നുള്ളത് ഞങ്ങൾ അംഗീകരിക്കുക തന്നെ ചെയ്തു എന്നാണ് പറയുന്നത്. അപ്പോൾ എന്താണ് ഈ സ്റ്റാൻസയിൽ പറയുന്നത്? അച്ഛൻ്റെ മരണശേഷം ഞങ്ങളാകുന്ന സഹോദരങ്ങൾക്കിടയിൽ അമ്മ ഒരു പാലമായിരുന്നു. അചാനക് നെഹീൻ ടൂട്ട പറഞ്ഞാൽ പെട്ടെന്നൊന്നും അവർ പൊട്ടിപ്പോയില്ല. ധീരെ ധീരെ പറഞ്ഞാൽ മെല്ലെ മെല്ലെ, മെല്ലെ മെല്ലെ അമ്മ പൊട്ടിക്കൊണ്ടിരുന്നു, അതായത് മെല്ലെ മെല്ലെ അമ്മ ക്ഷീണിച്ചു കൊണ്ടിരുന്നു. ഹം ദേഖ്തേ രഹേ, ഞങ്ങളത് നോക്കിക്കൊണ്ടിരുന്നു. അതുപോലെ മാൻതേ രഹേ, ഞങ്ങളത് അംഗീകരിക്കുകയും ചെയ്തു. എന്തെന്നാൽ ബൂഡാ രഹി ഹേ മാം, അമ്മ വൃദ്ധയായിരിക്കുന്നു എന്നുള്ളത് ഞങ്ങൾ അംഗീകരിച്ചു. അപ്പോൾ എന്താണ് ഈ സ്റ്റാൻസയിൽ? അമ്മയുടെ ആ തകർന്നു കൊണ്ടിരിക്കുന്ന ആ ആരോഗ്യ നിലയാണ് പറയുന്നത്. അമ്മയുടെ തകർച്ചയും ക്ഷയവും ഒക്കെയാണ് പറയുന്നത്. ഇനി നെക്സ്റ്റ് സ്റ്റാൻസ, മാം കെ ബാർ ബാർ കഹനെ കോ हम मानकर चलते रहे, उसके बूढ़े होने की आदत और अपनी हर आवाज़ में धीरे धीरे टूटती रही माम. മാം കെ ബാർ ബാർ കഹനേക്കോ, അമ്മയുടെ ഈ വീണ്ടും വീണ്ടുമുള്ള ഈ പറച്ചിൽ, ഈ വയസ്സായ ഒരാൾക്കാർ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടില്ലേ? ഒരു കാര്യം ചിലപ്പോൾ മറന്നിട്ട് ഇപ്പോൾ ഇങ്ങനെ പറഞ്ഞുകൊണ്ടേ ഇരിക്കില്ലേ? ഒരു കാര്യം പറഞ്ഞാൽ തന്നെ ഇങ്ങനെ പറയാം. ഹം മാൻകർ ചൽത്തേ രഹേ, ഞങ്ങളത് അംഗീകരിച്ചു. മാൻകർ പറഞ്ഞാൽ അംഗീകരിച്ചു. ചൽത്തേ രഹേ പറഞ്ഞാൽ ഞങ്ങളത് അംഗീകരിച്ചു കൊണ്ടേയിരുന്നു. ഉസ്കെ ബൂഡേ ഹോനേക്ക് ആദത്ത് ഔർ അപ്നി ഹർ ആവാസ് മേ. അപ്പം എന്താണ്? അവർ വാർദ്ധക്യത്തിൽ വരുമ്പോൾ അവരുടെ സ്വഭാവം മാറിക്കൊണ്ടിരുന്നു പറഞ്ഞാൽ, ആദത്ത് പറഞ്ഞ സ്വഭാവം, അവർ വാർദ്ധക്യത്തിൽ വരുമ്പോൾ അവരുടെ സ്വഭാവം മാറിക്കൊണ്ടേയിരുന്നു. അപ്പിനി ഹർ ആവാസ് മേ, അവരുടെ ഓരോ സ്വരത്തിലും, ഹർ ആവാസ് പറഞ്ഞാൽ സ്വരം, അപ്പിനി ഹർ ആവാസ് മേം, അവരുടെ ഓരോ സ്വരത്തിലും ധീരെ ധീരെ ടൂട്ടി രഹി ഹേ മാം, മെല്ലെ മെല്ലെ അമ്മ തകർന്നു കൊണ്ടിരുന്നു എന്നാണ് പറയുന്നത്. ഇതിൽ നിന്ന് പറയുന്നത് വയസ്സായാൽ ഓരോരുത്തർ ഇങ്ങനെ തന്നെ പറഞ്ഞുകൊണ്ടിരിക്കും, അങ്ങനത്തെയൊക്കെ ഒരു സ്വഭാവം ഉണ്ടാവും. പിന്നെ മറവി, അങ്ങനെയൊക്കെയുള്ള ഓരോ സ്വഭാവങ്ങളുണ്ടാവും. അപ്പോൾ അത് മക്കളാകുന്ന അവരത് നോക്കിക്കൊണ്ടിരുന്നു, അവരത് അംഗീകരിക്കുകയും ചെയ്തു. പിന്നെ അതേപോലെ അവരുടെ ഓരോ സ്വരത്തിലും അവർ പതുക്കെ പതുക്കെ പൊട്ടിപ്പോവുകയാണെന്ന്, അതായത് അവർ ക്ഷീണിച്ച് വരികയാണ് എന്നുള്ളത് അവർ മനസ്സിലാക്കിക്കൊണ്ടിരുന്നു എന്നാണ് ഈ സ്റ്റാൻസയിൽ നിന്ന് പറയുന്നത്. ഇനി അടുത്ത വരി, ഹാത്തോം ഹാത്ത് രഹ്തി മാം ഏക് ദിൻ ഹമാരെ കന്തോं में आ गई, धीरे धीरे महसूस करने लगे हम अपने वृषभ कंधों में माम का भारी होना. അപ്പോൾ എന്താ പറയുന്നത്? ഹാത്തോം ഹാത്ത് രഹ്തീമ പറഞ്ഞാൽ കൈത്താങ്ങായി ജീവിച്ച അമ്മ. അതായത് ചെറുപ്പത്തിൽ നമ്മളെ ഓരോരുത്തരും അമ്മ നല്ല സ്നേഹത്തിലാണ് നോക്കി വളർത്തിയിരുന്നത്. അപ്പോൾ നമ്മുടെ കൈ പിടിച്ച് നടന്നിരുന്ന അമ്മ, ഏക് ദിൻ ഹമാരെ കന്തോമേം ആഗയി, ഒരു ദിവസം ഞങ്ങളുടെ ചുമലിൽ വന്നു. അതായത് അമ്മയ്ക്ക് വയസ്സായപ്പോൾ അമ്മ അവരുടെ ചുമലുകളിലായി എന്നാണ് പറയുന്നത്. ധീരെ ധീരെ മഹസൂസ് കർണേ ലഗേ ഹം, മെല്ലെ മെല്ലെ, മഹസൂസ് പറഞ്ഞാൽ അനുഭവപ്പെട്ടു, മെല്ലെ മെല്ലെ അനുഭവപ്പെട്ടു. എന്താണ്? അപ്നെ വൃഷഭ് കന്തോമേ മാംക ഭാരി ഹോന, വൃഷഭ് മീനിങ് ശക്തമായ, കന്തം പറഞ്ഞാൽ ചുമലിൽ, മാംക ഭാരി ഹോന, ഭാരി പറഞ്ഞാൽ ഭാരം. അപ്പോൾ എന്താണ് പറയുന്നത്? ഹാത്തോം ഹാത്ത് രഹ്തി മാം, കൈത്താങ്ങായി ജീവിച്ച അമ്മ, അതായത് അമ്മയുടെ കൈ പിടിച്ച് മക്കൾ ജീവിച്ചിരുന്നു. പിന്നെ ഏക് ദിൻ, ഒരു ദിവസം, ഹമാരി കന്തോമേ ആഗയി, ഞങ്ങളുടെ ചുമലിൽ വന്നു. ധീരെ ധീരെ മഹസൂസ് കർണേ ലഗി, മെല്ലെ മെല്ലെ അവർക്ക് അനുഭവപ്പെട്ടു തുടങ്ങി. അതായത് അമ്മ അവർക്ക് വയസ്സായപ്പോൾ അമ്മ അവർക്കൊരു ഭാരമായി തുടങ്ങി എന്നാണ് പറയുന്നത്. മാംകോ ഭാരി ഹോന, അമ്മ അവർക്ക് ഭാരമായി എന്നാണ് പറയുന്നത്. അപ്പോൾ എന്താണ് പറയുന്നത് ഇതിൽ? അമ്മ വയസ്സാവുമ്പോൾ അമ്മമാർ അവർക്കൊരു ഭാരമായി തുടങ്ങി എന്നാണ് പറയുന്നത്. ജബ് തക്, അടുത്ത സ്റ്റാൻസ, ജബ് തക് ജീവിത് രഹി മാം ഹം ബദൽത്തെ രഹേ അപ്നെ കന്തേ
माम आखिर माम ही तो है, बार बार हमें कंधे बदलते देख, हमारे कंधों से उतर गई माम और माम के कंधों से उतरते ही ഉത്തർ ഗയേ ഹമാരെ കന്ധേ. അപ്പം എന്താണ് ഇതിൽ പറയുന്നത്? ജബ് തക് ജീവിത് രഹീമ, എപ്പോൾ വരെയാണോ, ജബ് തക് പറഞ്ഞാൽ എപ്പോൾ വരെ, എപ്പോൾ വരെയാണോ അമ്മ ജീവിച്ചിരുന്നത്, അപ്പോൾ എപ്പോൾ മുതലാണോ അമ്മ ജീവിച്ചിരുന്നത്. ഹം ബദൽത്തേ രഹേ അപ്പനെ കന്ധേ, അപ്പോൾ ഞങ്ങൾ മാറി, ബദലിനെ പറഞ്ഞാൽ മാറുക, ഹം ബദൽത്തേ രഹേ പറഞ്ഞാൽ ഞങ്ങൾ മാറിക്കൊണ്ടിരുന്നു, അപ്പനെ കന്ധേ ഞങ്ങളുടെ ചുമലുകൾ, മാം ആഖിർ മാം ഹി തോഹേ അമ്മ എപ്പോഴും, ആഖിർ പറഞ്ഞാൽ അവസാനം, അമ്മ അവസാനം വരെയും അമ്മ തന്നെയാണ്. ബാർ ബാർ ഹമേം കന്ധേ ബദൽത്തേ ദേക്ക്, ബാർ ബാർ പറഞ്ഞാൽ വീണ്ടും വീണ്ടും ഞങ്ങളുടെ ചുമലുകൾ ഇങ്ങനെ മാറുന്നത് അമ്മ കണ്ടു. ഹമാരെ കന്തോം സെ ഉത്തർ ഗയും അമ്മ, അപ്പം എന്താ ഉണ്ടായത്? അമ്മ ഞങ്ങളുടെ ചുമലിൽ നിന്നും ഇറങ്ങിപ്പോയി. അപ്പം എന്താ ഇവിടെ ഉദ്ദേശിക്കുന്നത്? അമ്മ മർഗയി മരിച്ചുപോയി എന്നാണ് ഉദ്ദേശിക്കുന്നത്. और माम के कंधों से उतरते ही उतर गए हमारे कंधे. അപ്പോൾ അമ്മ ഞങ്ങളുടെ മാം കെ കന്തോം സെ ഉത്തർത്തേ ഹി, അമ്മ ഞങ്ങളുടെ ചുമലിൽ നിന്നും ഇറങ്ങിപ്പോയപ്പോൾ ഉത്തർ ഗയി ഹമാരി കന്ധേ ഞങ്ങളുടെ ചുമലുകളും ഇറങ്ങിപ്പോയി. അപ്പോൾ എന്താണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്? ഞങ്ങളുടെ ചുമലുകളും ദുർബലമായി എന്നാണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ അമ്മ ജീവിച്ചിരുന്ന അത്രയും കാലം ഞങ്ങളുടെ ചുമലുകളിൽ ഞങ്ങൾ മാറി മാറി കൊണ്ടിരുന്നു. അപ്പോൾ എന്താണ് ഇതെന്ന് പറയുന്നത്? അപ്പോൾ എന്താണ് നമുക്ക് ഈ സ്റ്റാൻസെന്ന് മനസ്സിലാകുന്നത്? വയസ്സായി കഴിഞ്ഞാൽ മക്കൾക്ക് അമ്മമാർ ഒരു ഭാരമാകും. അമ്മമാരെന്നല്ല, പാരൻസ്, രക്ഷിതാക്കൾ അവർക്കൊരു ഭാരമായിത്തീരും. അപ്പോൾ ഓരോ മക്കളും പങ്കിട്ട് നോക്കാൻ തുടങ്ങും. ഇപ്പോൾ ഇത്ര മാസം ഒരാൾ, അങ്ങനെയൊക്കെയുള്ളൊരു ഇത് ഇപ്പോഴത്തെ ഈ കാലഘട്ടത്തിൽ വന്നിരിക്കുകയാണ്. അവർക്ക് രക്ഷിതാക്കൾ ഒരു ഭാരമായിട്ട് വന്നിരിക്കുകയാണ്. പക്ഷേ നമ്മൾ ചെറിയ കുട്ടികളാകുമ്പോഴൊന്നും രക്ഷിതാക്കൾക്ക് ഒരു ഭാരവും ഇല്ല. അവർ നമ്മൾ ഒരാൾക്ക് എത്ര കുട്ടികളുണ്ടെങ്കിലും അവർ നമ്മളെ നല്ല സ്നേഹത്തോടു കൂടി തന്നെയാണ് നോക്കുന്നത്. അവർ ഒരിക്കലും നമ്മളെ പങ്കിട്ട് കൊടുക്കുക ഒന്നും ചെയ്യില്ലല്ലോ. പക്ഷേ ഇപ്പോഴത്തെ കാലഘട്ടത്തിൽ അവരെ നമുക്കൊരു ഭാരമായിട്ട് ഓരോരുത്തരും പങ്കിട്ട് നോക്കുകയൊക്കെയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇത് ഈ കവിതയിൽ പറയുന്നത്, ഇത് കണ്ട അമ്മ മരിച്ചു പോയി എന്നാണ് പറയുന്നത്. അപ്പോഴാണ് അവർക്ക്, അമ്മയുടെ മരണശേഷമാണ് അമ്മയുടെ ആ സ്നേഹവും ലാളനയും മക്കൾക്ക് മനസ്സിലാകുന്നത് എന്നാണ്. അപ്പോൾ നമുക്ക് ഈ കവിതയിൽ നിന്നുള്ള സന്ദേശം, വൃദ്ധരായ മാതാപിതാക്കളെ സംരക്ഷിക്കേണ്ടത് നമ്മൾ ഓരോരുത്തരുടെയും കടമയാണ് എന്നതാണ് ഇതിൻ്റെ ഒരു സന്ദേശം നമുക്ക് നൽകുന്നത്.